അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിഫൻസ് സർവീസ്. അതായത് നമ്മളൊരു മനുഷ്യനോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അത് ജനറലി കാണിക്കുന്ന സ്വഭാവം ഡിഫൻസ് സർവീസ്. അപ്പോൾ അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, ഇത് എൻവലപ്പ് ചെയ്യുക. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ അയാളെ നമ്മളെപ്പറ്റി വിചാരിക്കുന്ന രീതി നമ്മളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതിന് ഉള്ളിലുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ബോഡി മൈൻഡ് വോക്കലി നമ്മൾ ഒരു സ്ട്രെസ് സിഗ്നൽ അയക്കുന്നതാണ് ഡിഫൻസ് സർവീസ്. ഇതെന്തുകൊണ്ടുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിനെ നമ്മൾ ബാക്കിയുള്ള ഒപ്പീനിയൻസ് ഇപ്പോൾ ഇയാൾ പറയുന്നത് അയാൾ പറയുന്നത് കേട്ട് കണക്ട് ചെയ്യും. നമ്മളുടെ വിചാരം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ പറച്ചിൽ, അതായത് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസ് ആണ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ സത്യത്തിൽ ഒരു നിർബന്ധമില്ല. നമ്മുടെ സ്വഭാവത്തെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. ഇപ്പം നമ്മൾ അങ്ങനെ സംസാരിക്കണം എന്നൊരു നിർബന്ധമില്ല, വേറെ ആയിരിക്കും. ചിലപ്പോൾ സ്വഭാവം വൃത്തികേടാണ്. പക്ഷെ നമ്മൾ അതിന് ഡിഫൻസീവ്നെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേട് വേറെ അങ്ങേയറ്റം വൃത്തികേട്. അപ്പോൾ എങ്ങനെ ഡിഫൻസീവ് അല്ലാതിരിക്കുന്നത് ഒന്ന് കോൺഫിഡൻ്റ് ആയി. എന്താണ് കോൺഫിഡൻസ്? കോൺഫിഡൻ്റ് ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണ്, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളെപ്പറ്റി അങ്ങേയറ്റം അറിവുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ്. കാരണം വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഒപ്പീനിയൻസ് കേൾക്കേണ്ട കാര്യമില്ല, അവരുടെ ഡിഫൻസ് ആകത്തില്ല. അൺഡിഫൻസ് ആയിട്ടുള്ള മനുഷ്യൻ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് മനുഷ്യൻ അവരുടെ തലയ്ക്കകത്ത് അവർക്ക് അറിയാം ഞാൻ ആരാണ്. അപ്പോൾ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പാടാണ്. നമ്മളുടെ അടുത്ത് തന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ടേയിരിക്കും, അതായത് ഇത് മനസ്സിലാവണം. രണ്ടാമത്തെ മെത്തേഡ് വേറെ ഉണ്ട്. അതായത് നമ്മൾ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസിനെ ബാക്കിയുള്ളവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോട് പറയുകയാണ്, ഒരാൾ പറയുകയാണ് നമ്മൾ ലേസിയാണ്, നമുക്ക് ചെയ്യുന്ന ലേസിനെസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേസിക് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനുള്ള പ്രതികാരം അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമുക്ക് അവർക്കും ഒരേ വിലയായിട്ട് അവർക്ക് തോന്നും. നമുക്ക് ബേസിക്കലി എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആ ഒരു ഫീലിങ്ങിനെ ഒന്ന് മാറ്റിയാണ്. അപ്പോൾ അവരെ ഹാർഡ് വർക്കിന് നമ്മൾ പറയണം അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് നമുക്ക് അവർ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളോട് സംസാരിക്കാൻ കാര്യമില്ലാതെ. പക്ഷെ അതിന് മിക്കൊരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതായത് അവർ ആ ഒരു ഡിഫൻസീവ് ആയിട്ട് അവർ പറഞ്ഞില്ല, അതായത് നമ്മൾ ലേസിയാണ് അങ്ങനെയായിട്ട് നമ്മൾ ഉള്ളി വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും, ആർക്കില്ല അവർക്കില്ല. അപ്പോൾ അവർ പറയും നമ്മൾ ട്രൈ ഹാർഡ് എന്നുള്ളത് നമ്മൾ തകർന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ചില കളാണ് ആ ഇത് മാക്സിമം കുറയ്ക്കാൻ പറ്റും. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ മാറ്റാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളുടെ ഡിഫൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മിക്കവരും നമ്മളെ ശ്രദ്ധിക്കുന്നതാണ്. അവരിപ്പോൾ പറയുകയാണ് നിങ്ങളെക്കാണാൻ വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെയുള്ള അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണാൻ സുന്ദരനാണ് അവർ കേട്ട് വരിക. അപ്പോൾ അങ്ങനൊരു റിതം തെറ്റിക്കാൻ പറ്റുമെങ്കിൽ പോയിന്റ്സ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഇതേ കേസൊക്കെ ഇപ്പോൾ അയാൾ പറയുകയാണ് നിങ്ങളെക്കാണാൻ വൃത്തികേടാന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം എന്നെ വെച്ച് കമ്പയർ അതെ എന്നെ കാണാൻ വൃത്തികേട് പ്രോബ്ലംസാണ്. പ്രത്യേകിച്ച് ആർക്കും ചിലവില്ല, മനസ്സിലായി. അതായത് നമ്മൾ
എങ്ങനെ ഇരിക്കുന്നു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നുണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ അതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യാം. വേർഡ്സിലിട്ട് ടോണിന് പറ്റും. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ടൊണാലിറ്റി അതിൻ്റെ ബാധിക്കും.